അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ഏതാനും ചില മഹത്വങ്ങളാണ്. അള്ളാഹു പറയുകയാണ്, ആവർത്തിച്ചു പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങളും മഹത്തായ ഖുർആനും തീർച്ചയായും നാം നിനക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 ആയത്തുകൾ അത് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തൗറാത്തിലാകട്ടെ, ഇഞ്ചീലിലാകട്ടെ, സബൂറിലാകട്ടെ, ഫുർഖാനിലാകട്ടെ ഇതുപോലൊരു സൂറത്ത് അവതരിച്ചിട്ടില്ല. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫാത്തിഹ പാരായണം ചെയ്യാത്തവന് നിസ്കാരമില്ല. നിസ്കാരം ശരിയായ രൂപത്തിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഫാത്തിഹ നല്ല രീതിയിൽ തെറ്റുകൂടാതെ പാരായണം ചെയ്യണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമസ്കാരം എനിക്കും എൻ്റെ അടിമയ്ക്കുമിടയിൽ 2 പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു. അവൻ അർ-റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുമത്രേ, എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി പറഞ്ഞു. മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുമത്രേ, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തി എന്ന്. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുമത്രേ, ഇത് എനിക്കും എൻ്റെ അടിമയ്ക്കും ഇടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയുകയാണ്, അവൻ പറഞ്ഞാൽ, അതായത് ഒരു അടിമ അങ്ങനെ പറയുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, ഇത് എൻ്റെ അടിമയ്ക്കുള്ളതാണ്, എൻ്റെ അടിമയ്ക്കുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് നൽകും. അപ്പോൾ അത്രയും പവിത്രമായ, വളരെ പരിഭാവനമായ, വളരെ ശ്രേഷ്ഠതയുള്ള, നമ്മൾ ചോദിച്ചതെന്തും നമുക്ക് ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആയതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി, അതിൻ്റെ മഹത്വം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിൽ നിർബന്ധമായും ചൊല്ലേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണ് ഉമ്മുൽ ഖുർആൻ. അള്ളാഹു നമുക്കെല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓതുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.